മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 31 ശനി. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കടമെടുക്കേണ്ടി വരുന്നത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മൂലമാണ് എന്ന യാഥാർത്ഥ്യം ബോധപൂർവ്വം മറച്ചുവെച്ചാണ് ക്ഷേമ പദ്ധതികൾ അനാവശ്യമെന്ന വിചിത്രവാദം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. സാമ്പത്തിക സർവേ പറയുന്നത്. ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട് രാജ്യത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ വിശദാംശങ്ങളിൽ ആശങ്കകളുടെ ചില സൂചനകളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പല കാരണങ്ങളാൽ പ്രസക്തമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക പരിസരത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ ചിന്തയും അതിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച സമീപനവുമൊക്കെയാണല്ലോ പൊതുവിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കാണാറുള്ളത്. സ്വാഭാവികമായും ബജറ്റിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വർത്തമാനത്തെ അതിൻ്റെ സ്ഥൂല തലങ്ങളിൽ സമീപിക്കുമ്പോൾ കാര്യങ്ങൾ തൃപ്തികരമാണ് എന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ടിലെ വിവിധ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാനാകും. സാമ്പത്തിക വളർച്ച 7.2% വരെ എത്തുമെന്നാണ് പറയുന്നത്. പണപ്പെരുപ്പമാകട്ടെ നിയന്ത്രിതവുമാണ്. കോർപ്പറേറ്റുകളുടെയും വിവിധ ബാങ്കുകളുടെയും ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് തന്നെയാണ്. GST നിരക്കുകൾ കൂടുതൽ യുക്തിഭദ്രമാക്കിയതും വിവിധ വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതുമെല്ലാം സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും പ്രതീക്ഷിക്കാം. എന്നാൽ വിഷയത്തെ അല്പം കൂടി സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ ആശങ്കയുടെ കാർമേഘങ്ങൾ പലയിടത്തും നിഴലിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയുന്ന പല പ്രവണതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപ ചക്രം മെച്ചപ്പെട്ടുവെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ചരക്ക് കയറ്റുമതിയും മന്ദഗതിയിലായിരിക്കുന്നു. കാർഷിക മേഖലയിൽ 1.5% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വ്യവസായ സേവന മേഖലകളുടെ വളർച്ചയും നാമമാത്രമാണ്. പൊതുവിൽ ഗൃഹോപഭോഗത്തിലും ദൗർബല്യം പ്രകടം. വിദേശ നിക്ഷേപകർ വിപണിയിൽ നിന്ന് പിന്മാറുന്നതും രൂപയുടെ മൂല്യം താഴുന്നതുമാണ് ആശങ്കയുടെ മറ്റൊരു തലം. ഈ പ്രവണതകളോടെല്ലാം എങ്ങനെയാകും കേന്ദ്ര സർക്കാർ സമീപിക്കുക എന്നതിനനുസരിച്ചിരിക്കും അടുത്ത ദിവസം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ്. ആഗോള ഭൗമരാഷ്ട്രീയത്തിലടക്കം മാറ്റത്തിന്റെ സൂചനകൾ പ്രകടമായി തുടങ്ങുകയും അതിന്റെ സാമ്പത്തികവും നയതന്ത്രപരവുമായ പ്രതിധ്വനികൾ ഇന്ത്യയിലടക്കം അലയടിക്കുകയും ചെയ്തതിന്റെ കൂടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് സാമ്പത്തിക സർവേ റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും അധിനിവേശവും റഷ്യ യുക്രൈൻ സംഘർഷവുമെല്ലാം ആഗോള സമ്പദ് വ്യവസ്ഥയെ പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ട്രംപിന്റെ രാഷ്ട്രീയ നയത്തിൽ 3 തരത്തിൽ ഇന്ത്യക്ക് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 1, ഇറക്കുമതിക്ക് US പിഴ ചുമത്തിയതോടെ നമ്മുടെ കയറ്റുമതി രംഗം സ്തംഭിച്ചു. 2, US-ലെ ഇന്ത്യക്കാർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി. 3, റഷ്യയുടെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും പകരം അമേരിക്കയിൽ നിന്നുള്ളത് വർദ്ധിപ്പിക്കാനും നിർബന്ധിതമായി. ഇതെല്ലാം ഇന്ത്യൻ വിപണിയെ കാര്യമായി ബാധിച്ചുവെന്ന് പറയേണ്ടതില്ലല്ലോ. നടപ്പ് വർഷത്തിൽ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവാങ്ങിയത് ഇതോട് ചേർത്ത് വായിക്കാം. 35,500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആ ഇനത്തിൽ മാത്രം നഷ്ടം. ഇതിനു പുറമെ നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യക്ക് ശക്തമായ ഒരു AI നയവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും മുന്നോട്ട് വയ്ക്കാനാകാത്തതും സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മൂലധനം ഒഴുകുന്നതും ആശങ്കയുണർത്തുന്നുണ്ട്. ഈ സങ്കീർണതകൾക്ക് എന്തുണ്ട് പ്രതിവിധി എന്ന സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുമില്ല. വല്ല ഫോർമുലയും ബജറ്റ് വഴി ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിക്കാനുമാവില്ല. യൂറോപ്യൻ യൂണിയനുമായും യൂണിയനിലെ ഏതാനും രാജ്യങ്ങളുമായും ഇന്ത്യ ഒപ്പുവെച്ച വ്യാപാര കരാറുകളെ സർവേ റിപ്പോർട്ട് പ്രതീക്ഷാപൂർവ്വം കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലശ്രുതിക്ക് ഇനിയും നാം കാത്തിരിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ ചില കാര്യങ്ങൾ സാമ്പത്തിക റിപ്പോർട്ടിലുണ്ട്. കേരളത്തിൽ പിണറായി സർക്കാർ കൈവരിച്ച ചില നേട്ടങ്ങൾ മാതൃകാ പദ്ധതികളായി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും അതിൽ ഇടത് സർക്കാരിന് അഭിമാനിക്കാൻ വകയുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും കൊച്ചി ജലമെട്രോയുമാണ് ആ മാതൃകാ പദ്ധതികൾ. കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉൾപ്പെടെ കേരള മോഡലിലെ പല ഘടകങ്ങൾ മാതൃകയാക്കേണ്ടതുണ്ട് എന്ന സ്വയം വിമർശനവും റിപ്പോർട്ടിൽ വായിക്കാം. അതോടൊപ്പം കേന്ദ്രം സമീപഭാവിയിൽ നടപ്പാക്കാൻ സാധ്യതയുള്ള അപകടകരമായ ചില നീക്കങ്ങളുടെ സൂചനയും റിപ്പോർട്ടിലുണ്ട്. വിവരാവകാശ നിയമം ബാധ്യതയാകുന്നുവെന്നും യൂറോപ്യൻ മാതൃകയിൽ ബദൽ വേണമെന്നുമുള്ള നിർദ്ദേശമാണ് അതിലൊന്ന്. മോദി സർക്കാർ ഇതിനകം തന്നെ പ്രസ്തുത നിയമത്തെ നിർജീവമാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അവശേഷിക്കുന്ന ജീവനും എടുത്തുകളയാൻ സർക്കാരിന് പദ്ധതിയുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടിലെ ഫിസ്ക്കൽ പോപ്പുലിസം എന്ന പരാമർശവും അത്ര നിഷ്കളങ്കമല്ല. സംസ്ഥാന സർക്കാരുകൾ നിബന്ധനകളില്ലാതെ പണസഹായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനെ വിമർശിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ. കേരളത്തിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളെക്കുറിച്ചാണ് ഇത്. ഇത്തരം പദ്ധതികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ഭദ്രത തകർക്കുമെന്നാണ് വാദം. സംസ്ഥാനങ്ങളുടെ കടം വർദ്ധിക്കുന്നത് ഇത്തരം പദ്ധതികളിലൂടെയാണ് എന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് കടമെടുക്കേണ്ടി വരുന്നുവെന്ന
തിക്ത യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം മാത്രമാണ്. അക്കാര്യം ബോധപൂർവം മറച്ചുവെച്ചാണ് ഇത്തരം ക്ഷേമ പദ്ധതികൾ അനാവശ്യമെന്ന വിചിത്രവാദവുമായി കേന്ദ്രം അവതരിച്ചിരിക്കുന്നത്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ ഭാഗങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പരാമർശമില്ല എന്നതും അത്ഭുതപ്പെടുത്തുന്നു. പേരെന്തായാലും വരും കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കാനാണോ മോദി സർക്കാർ നീക്കം? മാധ്യമം പോഡ്കാസ്റ്റ്.